ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ലൈഫ് ബോറടിച്ച് തുടങ്ങിയപ്പോഴാണ്. ദർ വാസ് നത്തിങ് ടു ബി എക്സൈറ്റഡ് അബൌട്ട്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി തുടങ്ങിയതാണ്. യൂട്യൂബ് ക്രിയേറ്റർ ആവാം, കൂട്ടത്തിൽ യൂട്യൂബിനെക്കുറിച്ച് കുറച്ച് പഠിക്കുകയും ചെയ്യാം, എന്താണ് ഏതാണെന്നൊക്കെ. എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ചാനൽ എന്തോ 2015 മക്കളുടെ സഹായത്താൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ഞാൻ യൂട്യൂബിനെക്കുറിച്ച് പഠിക്കുന്നു, അതിലെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ കമ്പീറ്റ് ചെയ്യണം. അതായത് വാസ്തവത്തിൽ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല യൂട്യൂബ് തുടങ്ങിയത്. എന്തെങ്കിലും മൈൻഡിന് ഒരു എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കും, എങ്ങനെ ഒരു ഷോർട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാം എന്നൊക്കെ. പിന്നെ ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് ഞാനൊരു ലോയറാണ് ബൈ പ്രൊഫഷൻ. ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റാണ്. അത്യാവശ്യം ഫിനാൻസ് കാര്യങ്ങളും അറിയാം, കാരണം ഞാൻ HTCക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും ഞാൻ ഫിനാൻസ് എക്കണോമിക്സൊക്കെ കുറിച്ച് വായിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലേറ്റായിട്ട് ഓൾമോസ്റ്റ് ആഫ്റ്റർ 55 ഒരു യാതൊരു പർപ്പസില്ല ലൈഫിന് എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ എന്തിലേക്കെങ്കിലും എൻ്റെ എനർജിയൊക്കെ ചാനലൈസ് ചെയ്യണ്ടേ. പിന്നെ മാത്രമല്ല, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി മറ്റുള്ള വീഡിയോസിൽ ഞാൻ യൂട്യൂബിലെ പല വീഡിയോസിൽ നിന്നും ഞാൻ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അവിടെ എനിക്ക് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ട് നോട്ടാക്കി എഴുതി വയ്ക്കണം, എന്നെങ്കിലോ അതങ്ങോട്ട് മനസ്സിരുത്തി ആയി എന്ന് തോന്നുള്ളൂ. അങ്ങനെ എഴുതി വെച്ചതാണ് ഈ നോട്ട്സുകൾ. ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നണം. ചിലപ്പോൾ ഞാൻ തന്നെ വേണ്ടി വരും ഇതൊക്കെ ഡെസിഫർ ചെയ്യാൻ. ചില യൂട്യൂബ് ചാനൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അവരുടെ പേരുകൾ ഇതിലുണ്ട്. യൂട്യൂബ് തുടങ്ങുമ്പോൾ എനിക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വേണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെ പോലെ എനിക്കും എന്തെങ്കിലും ഏർണിങ്സ് കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിൽ ബിക്കോസ് ഐ ആം എ ഹോം മേക്കർ, എൻ്റെ വീഡിയോസിൽ കൂടുതലും കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോസോ ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. ചിലപ്പോൾ മാത്രം ഈ വീഡിയോ ലോ റിലേറ്റഡ് സബ്ജക്ട്സിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം അതും എനിക്ക് കൺവീനിയൻ്റായൊരു സബ്ജക്റ്റാണ്. ഇതിലേക്ക് കാണുന്ന നമ്പർ എൻ്റേതല്ല, ഞാൻ കണ്ട ഒരു യൂട്യൂബറുടെ ആണ്. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നൊരു നമ്പറാണിത്. അങ്ങനെയാണ് ആ യൂട്യൂബർ ആ വീഡിയോയിൽ പറയുന്നത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.